നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ നിങ്ങൾ മുന്നറിയിപ്പില്ലാതെ വീട്ടിൽ കയറരുതേ എന്ന് ഭർത്താക്കന്മാരോട് പറഞ്ഞത് ഇസ്ലാമിൻ്റെ ഒരു നിയമമാണ്. ഒരു സഫർ കഴിഞ്ഞിട്ടൊരു ഭർത്താവ് വരികയാണെങ്കിൽ വരുന്ന സമയം ഭാര്യയെ അറിയിക്കണം എന്നാണ്. നിങ്ങൾ ലാ തത്റുഖന്ന, നിങ്ങൾ രാത്രി പോയിട്ട് വാതിൽ മുട്ടരുത്, പെട്ടെന്ന് നിങ്ങൾ കയറരുത്, മുന്നറിയിപ്പില്ലാതെ എന്നാണ് പറഞ്ഞത്. അവിടെ അത് പറഞ്ഞിടത്ത്, അത് വിശദീകരിച്ചിടത്ത് പണ്ഡിതന്മാർ പ്രത്യേകം ചില കാര്യങ്ങൾ എടുത്തു പറഞ്ഞു. ഒന്ന്, ഇതിന് വലിയ സാധ്യത ഉണ്ട്. ഒന്നാമത്തെ കാര്യം, ഒരു ഭാര്യ ഒരു ഭർത്താവിൽ നിന്ന് കാണരുതാത്ത കാര്യങ്ങൾ കാണാൻ എന്ന് പറഞ്ഞാൽ, ഒരു ഭർത്താവ് യാത്ര കഴിഞ്ഞ് വരുമ്പോൾ തൻ്റെ ഇണയെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു രൂപമുണ്ടാകും. ആ വേഷത്തിലും ആ ഒരു വൃത്തിയിലും ഒക്കെ കാണലാണ് ആഗ്രഹിക്കുക. അതിനൊക്കെയുള്ള ഒരു സാവകാശം കൊടുക്കാതെ പെട്ടെന്ന് കയറി ചെന്നാൽ അവൾ വീട്ടിലുള്ള ഒരു മുഷിഞ്ഞ വേഷത്തിലോ ഒരു പക്ഷേ മറ്റേതെങ്കിലും നമ്മൾ ഇഷ്ടപ്പെടാത്ത രൂപത്തിലുള്ള ഒരു വേഷത്തിലോ ഒക്കെ ആയിരിക്കുമ്പോൾ ഒരു ഭർത്താവിൻ്റെ മനസ്സിൽ ഭാര്യയോട് ഒരു സ്നേഹത്തിനൊരു കുറവ്, ആകർഷണീയതക്കൊരു കുറവ്, ഒരു കമ്മി വരരുതേ എന്ന് വിചാരിച്ചുകൊണ്ട് ഇസ്ലാം അത്രത്തോളം പറഞ്ഞു. അതോടൊപ്പം വേറെന്തുകൂടി പറഞ്ഞു, ഇങ്ങനെയുള്ള ഡൗട്ടുകൾ ഉണ്ടാവാൻ പാടില്ല. ഒരു മുന്നറിയിപ്പും കൂടാതെ കയറി വരുമ്പോൾ ഒരു ഭാര്യ എന്ത് വിചാരിക്കും? വെറുതെ അല്ല നിങ്ങൾ ഇങ്ങനെ കയറി വരുന്നത്, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തോ ഡൗട്ട് ഉണ്ടല്ലേ? ഇന്നത്തെ കാലഘട്ടം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇന്നിപ്പോൾ ആളുകൾ സർപ്രൈസ് കൊടുക്കുക എന്നാണ് പറയുന്നത്. സർപ്രൈസ് കൊടുക്കുക, അതിപ്പോൾ എന്നൊരു ട്രെൻഡാണ്. ഒരു അറിയിപ്പില്ലാതെ പെട്ടെന്നാണ് വീട്ടിലേക്ക് കയറി ചെല്ലുക. ഗൾഫിലേക്ക് പോയവൻ 1 കൊല്ലായി, 1.5 കൊല്ലായി, അല്ലെങ്കിൽ 6 മാസമായി വെറുതെ പുറത്തുനിന്നൊക്കെ ഫോൺ ചെയ്തിട്ടുണ്ടാവും. എന്തൊക്കെ വിശേഷങ്ങൾ, സുഖല്ലേ, കുട്ടികളൊക്കെ ഭക്ഷണം കഴിച്ചോ, നിങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചോ, പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ, ഓക്കെ എന്നാ ഞാൻ പിന്നെ വിളിക്കാട്ടോ എന്നൊക്കെ പറഞ്ഞ് 10 മിനിറ്റ് കഴിയുമ്പോഴേക്ക് ഇവർ വന്ന് പെട്ടെന്ന് വീട്ടിൽ അതിന് ക്യാമറക്കാരെയൊക്കെ റെഡിയാക്കി പിന്നാലെ കൂടി. ഇതൊക്കെ എത്ര വലിയ രൂപത്തിലുള്ള അബദ്ധങ്ങളാണ്. എന്താ ഇസ്ലാം പറഞ്ഞത്? അങ്ങനെ പെട്ടെന്നൊരു വീട്ടിൽ കയറി ചെല്ലാൻ പാടുണ്ടോ? എൻ്റെ വീടാന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എൻ്റെ വീടാണ്, ഞാൻ ഉണ്ടാക്കിയ വീടാണ്, എനിക്ക് ഏത് സമയം കയറി ചെല്ലാം. അങ്ങനെയൊന്നും ഇസ്ലാം നിയമം വെച്ചിട്ടില്ല. ഇസ്ലാം പറഞ്ഞ് നിന്റെ വീടായാലും വേണ്ടില്ല, നിന്റെ വീട്ടിലേക്ക് നീ കയറി ചെല്ലുമ്പോൾ നീ അവിടെ അനുവാദം ചോദിക്ക്. എന്തനുവാദം? എപ്പോഴും രാവിലെ ഡ്യൂട്ടിക്ക് പോയിട്ട് വരുന്ന ഭർത്താവിൻ്റെ കാര്യമല്ല ഈ പറയുന്നത്. അതിപ്പോൾ ഒരു ഭാര്യയ്ക്കും അറിയാം, ഭർത്താവിനും അറിയാം എപ്പോഴാണ് വരിക. സ്വാഭാവികമായിട്ടുള്ള ഓരോ ദിവസത്തെയും ദിനചര്യകളൊക്കെ എല്ലാ വീട്ടിലും എല്ലാവർക്കും അറിയാം. ഇതല്ല, അപ്രതീക്ഷിതമായിട്ട് പെട്ടെന്നാണ് കയറി ചെന്ന് ആ രൂപത്തിലുള്ള ഒരു പ്രവർത്തനം. ഇതെന്ന ആളുകൾ ട്രെൻഡായിട്ട് ചെയ്യുന്നവരുണ്ട്. ട്രെൻഡ് എന്ന പേരിൽ തൻ്റെ ഭാര്യയോടുള്ള സംശയരോഗം കാരണത്താൽ ട്രെൻഡ് എന്ന പേരിൽ ചുഴിഞ്ഞന്വേഷണത്തിന് കയറി വരുന്നവരും ഉണ്ട്. വിചാരിക്കാതെ ഞാനൊന്ന് ചെന്നോക്കട്ടെ, ഇവളുടെ പരിപാടി എന്താണെന്ന് അറിയാലോ. ഇങ്ങനെയുള്ള ഒരു ലോകത്ത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് നോക്കും. പാടില്ല.